ഇടതുപക്ഷ സർക്കാർ അവരുടെ അവസാനത്തെ ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റ് വയനാടിനെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകവും പ്രതീക്ഷയോടുകൂടി കടന്നുപോകേണ്ട സമയത്ത് അതിനവലംബമായ പദ്ധതികളും പരിപാടികളും ഒന്നുമില്ലാതെ നിരാശയോടുകൂടി വയനാടൻ ജനതയെ തീർത്തും അവഗണിച്ച ബഡ്ജറ്റായി മാറി എന്നുള്ളത് ഏറെ സങ്കടകരവും ദുഃഖകരവുമായ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിലൊരു ആശ്വാസമുണ്ട്. ആശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഈ ബഡ്ജറ്റ് അടുത്ത ഗവൺമെന്റ് തുടരില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും വയനാടിന് ഏറ്റവും നിരാശാജനകമായ അന്തരീക്ഷമായിരുന്നു. ആകെ ആ ബഡ്ജറ്റിൽ നമുക്ക് തന്നത് മുണ്ടകൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി ജനം കൊടുത്തതായിരിക്കുന്ന പണത്തിൽ നിന്ന് ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി പണം നീക്കിവെച്ചു എന്നുള്ള പ്രഖ്യാപനമായിരുന്നു. ജനം കൊടുത്ത പണം CMDRF-ൽ ഉള്ള സമയത്ത് അതിൽ നിന്ന് പണം ചെലവഴിച്ചത് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മെ കബളിപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമം. ഈ ബഡ്ജറ്റ് വന്ന സന്ദർഭത്തിൽ വയനാട് ഒരു കാർഷിക ജില്ലയാണ്. വയനാട് ഒരു ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ്. രണ്ട് മേഖലകളിലും പ്രത്യേകമായ ഒരു പദ്ധതിയും പരിപാടിയും വിഭാവനം ചെയ്യാതെയാണ് ഈ ബഡ്ജറ്റ് കടന്നുപോയത്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷത, വയനാട് ക്ഷീര കർഷകർ ഏറ്റവും പ്രാധാന്യമുള്ള ജില്ലയാണ്. ആ ക്ഷീര കർഷകർ ഏറ്റവും വലിയ പ്രയാസവും വേദനയും അനുഭവിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലിത്തീറ്റയ്ക്കുണ്ടായ ക്രമാതീതമായ വിലവർധനവും പച്ചപ്പുല്ലിന്റെ വിലവർധനവും വന്യമൃഗ ശല്യവും ആക്രമണവും എല്ലാമായി പൊറുതിമുട്ടുകയാണ് ക്ഷീര കർഷകർ. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. കർഷക കടാശ്വാസ കമ്മീഷൻ ആയിരക്കണക്കിന് ആളുകളാണ് അപേക്ഷയുമായി കാത്തു നിൽക്കുന്നവർ. അതോടൊപ്പം ആ കർഷക കടാശ്വാസ കമ്മീഷനിലേക്ക് പുതിയ വർഷത്തേക്കുള്ള കഴിഞ്ഞ 5 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ 4-5 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് കർഷകരെ ചേർത്ത് നിർത്താനുള്ള നടപടികളോ പ്രഖ്യാപനങ്ങളോ ഒന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല. നിലവിലുള്ള കർഷക കടാശ്വാസ കമ്മീഷന്റെ തീർപ്പ് കൽപ്പിച്ച അപേക്ഷകളിൽ സർക്കാരിന്റെ വിഹിതം നൽകാതെ നൂറുകണക്കിന് കർഷകരാണ് അവരുടെ ആധാരവും അവരുടെ ഡോക്യുമെന്റുകളും ബാങ്കിൽ നിന്ന് കിട്ടാതെ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ചതായിരിക്കുന്ന ഒരു പ്രഖ്യാപനവും ഇതിന്റെ ഭാഗമായി കടന്നു വന്നിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം, ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചിരുന്ന സമയത്ത് വയനാടിന്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പൂർത്തീകരണത്തിലേക്കുള്ള ആഗ്രഹം പൂവണിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു, കടന്നു വന്ന ഒരു സന്ദർഭമായിരുന്നു. അതിന്റെ ഭാഗമായി ഡൽഹി മെട്രോയെ കൊണ്ട് പഠനം നടത്തിച്ച് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത, ആ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള തുടക്കത്തിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് ആരംഭിച്ച് ബഡ്ജറ്റിൽ പണം വകയിരുത്തി അതിന്റെ ഫീസിബിലിറ്റി, അതിന്റെ സാധ്യതാ പഠനത്തിന് നേതൃത്വം കൊടുത്ത് ആ സാധ്യതാ പഠനത്തിൽ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് നൽകി മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് ശ്രീ പിണറായി സർക്കാർ കടന്നു വന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 2022 പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതിയായിരുന്നു വയനാട് റെയിൽവേ എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം. ആ പദ്ധതിയോടനുബന്ധിച്ച് ഇവർ തലശ്ശേരി പദ്ധതി കൂട്ടിച്ചേർത്ത് വയനാടിന്റെ റെയിൽവേ സ്വപ്നങ്ങളെ തകർക്കാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവസാനത്തെ ബഡ്ജറ്റിൽ വാരിക്കോരി പല പ്രഖ്യാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഒരു പ്രഖ്യാപനത്തിന് പോലും നേതൃത്വം കൊടുക്കാതെ വയനാടിന്റെ റെയിൽവേ സ്വപ്നത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ബഡ്ജറ്റാണ് ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ്. മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതിയോ പരിപാടികളോ ഒന്നുമില്ലാതെ ഈ ബഡ്ജറ്റ് സ്പീച്ച് കടന്നു പോകുന്നത് നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടിയാണ് കണ്ടത്. വയനാട് പാക്കേജ് 7000 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ട് എത്ര വർഷമായി? ഒരു വർഷം നീക്കിവെക്കുന്നതായ തുക 80-85 കോടി രൂപ, 50-60 കോടി രൂപ, ഇതാണ് നീക്കിവെക്കുന്നത്. ഈ വർഷത്തെ പ്രഖ്യാപനം, കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപനം പ്രഖ്യാപിച്ചതിൽ പാതി പോലും നടപ്പിലാക്കില്ല. ഞാൻ ചോദിക്കുന്നു, 7000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് വയനാട്ടുകാരെ വഞ്ചിക്കാൻ നേതൃത്വം കൊടുത്തൊരു ഭരണകൂടത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര കൊല്ലം കൊണ്ട് ഈ 70 കോടി രൂപയും 80 കോടി രൂപയും ഒരു വർഷം പ്രഖ്യാപിച്ചാൽ എത്ര വർഷമെടുക്കും 7000 കോടി പൂർത്തീകരിക്കപ്പെടാൻ? ഒന്ന് മറുപടി പറയണം. ജനങ്ങളെ കബളിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ച് ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി പോലും പ്രകടിപ്പിക്കാതെ ജനങ്ങളെ വഞ്ചിക്കാൻ, അവരെ തെറ്റിദ്ധാരണയിലൂടെ നയിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത്. വിലക്കയറ്റം സാർവത്രിക പ്രതിഭാസമാണ്. വെളിച്ചെണ്ണ ഉൾപ്പെടെ, അവശ്യ സാധനം ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായ വിലവർധനമാണ്. ആ വിലവർധനവിനെ തടയാനുള്ള പ്രത്യേകമായ പദ്ധതികളും പരിപാടികളും ഒന്നും തന്നെ ഇതിന്റെ ഭാഗമായിട്ടില്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, വയനാട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു വലിയ ഇരയാണ്. കാലവർഷക്കെടുതിയും അതുപോലെ ഉരുൾപൊട്ടലുകളും
അങ്ങനെ തുടങ്ങി പ്രകൃതിയുടെ വലിയ പ്രതിഭാസങ്ങളിലൂടെ ജനം മുഴുവൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ്. ഇതിനെ തടയാൻ എന്താണ് സാർവത്രികമായിട്ടുള്ള പദ്ധതിയും പരിപാടിയും എന്നുള്ളത്? സൈലന്റ് ആണ് ബഡ്ജറ്റ്. അതിന്റെ പ്രഖ്യാപനമില്ല, അതിന്റെ നടപടികളില്ല, മുൻകരുതൽ നടപടികളില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികളും ഇതിന്റെ ഭാഗമായിട്ടില്ല. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ, കാർഷിക മേഖല, ആദിവാസി മേഖല, ആദിവാസി ക്ഷേമ സമിതിയുടെ പ്രവർത്തകർ, CPM-ന്റെ അതിപ്രധാന പോഷക സംഘടന വരെ കഴിഞ്ഞ ദിവസം സമരത്തിലായിരുന്നു വയനാട്ടിൽ. ആദിവാസിയുടെ ഭൂമി കൊടുക്കുന്നതിലെ തകർച്ച, അവരുടെ മെന്റർ ടീച്ചർമാരുടെ വേതനം സംബന്ധിച്ച കാര്യം, അവരുടെ വീട് റിപ്പയറിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിവിധങ്ങളായ കാര്യങ്ങൾ, പട്ടയ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് അവർക്ക് പോലും സമരത്തിൽ ഇറങ്ങേണ്ടി വന്ന സാഹചര്യം വന്നു. ബഡ്ജറ്റിൽ ഒന്ന് പ്രഖ്യാപിക്കും, നടപ്പിലാക്കുമ്പോൾ അതിന്റെ പാതി പോലും അവർ വിനിയോഗിക്കില്ല. കേരളത്തിൽ SC/ST ഫണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നതിന്റെ 50% എറൗണ്ട് പോലും നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. നമ്മൾ വയനാട്ടുകാർ, കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് വന്യജീവി സംഘർഷം എന്നുള്ളത്. വന്യജീവികൾ ഒറ്റയ്ക്കും കൂട്ടായും കൂട്ടത്തോടുകൂടിയും കാർഷിക ഭൂമിയിലേക്കും മനുഷ്യവാസ മേഖലകളിലേക്കും കയറി മനുഷ്യജീവനും കാർഷിക മേഖലയ്ക്കും വീടുകൾക്കും ഒക്കെ വലിയ നാശനഷ്ടം വരുത്തുന്നത് ഏറെ വേദനയോടുകൂടി അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്യജീവി സംഘർഷം തടയാൻ ആകെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത തുക 70 കോടിയായിരുന്നു. പക്ഷേ ആ 70 കോടിയിൽ ആകെ ചെലവഴിച്ചത് 42% മാത്രമാണ്. എത്രത്തോളം ദുർബലമാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളതിന് ഇതിൽ പരം തെളിവിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ വർഷം 2024-25 SC വിഭാഗത്തിന് അനുവദിച്ചതായിരിക്കുന്ന ഫണ്ടിൽ നിന്ന്, അലോക്കേഷനിൽ നിന്ന് കുറവ് വരുത്തിയത് 500 കോടി രൂപയാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണത്തിൽ നിന്നും കുറവ് വരുത്തിയത് SC വിഭാഗത്തിൻ്റെത് 500 കോടിയോളം രൂപയും, ST വിഭാഗത്തിന്റെ, ഗോത്ര വിഭാഗത്തിന്റെ, ഞാനും നിങ്ങളും അറിയണം, 112 കോടിയോളം രൂപയാണ്. ബഡ്ജറ്റിലെ പ്രഖ്യാപനവും നിർവഹിക്കപ്പെടുന്നതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമായി പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, വയനാടിനെ അവഗണിച്ച മെഡിക്കൽ കോളേജ്, വന്യമൃഗശല്യം, റെയിൽവേ, പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, കാർഷിക മേഖല, ആദിവാസി ഗോത്ര സമൂഹം, SC മേഖല, വയനാടിന്റെ ടൂറിസം വികാസ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അവഗണനയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ ബഡ്ജറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ 2026 മെയിൽ അധികാരമേൽക്കുമ്പോൾ പിന്തുടരുന്ന പ്രശ്നമില്ല. പുതിയ ബഡ്ജറ്റ് വരും. ആ ബഡ്ജറ്റിൽ വയനാടിന്റെ താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഭാവനാപൂർണമായ പദ്ധതികളും പരിപാടികളും ഉണ്ടാകും. വയനാടിനെ അവഗണിക്കുന്ന ഈ ബഡ്ജറ്റിൽ നിങ്ങളാരും നിരാശപ്പെടേണ്ട. അവഗണനയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തരുന്നതെങ്കിലും വയനാടിനെ ചേർത്ത് നിർത്തുന്ന ബഡ്ജറ്റുമായി, വയനാടിന്റെ ഭാവനാപൂർണമായ പദ്ധതികളുമായി, അടിസ്ഥാന വികസനവും എല്ലാവരെയും, കർഷകരെയും, ടൂറിസത്തെയും, ബദൽ റോഡുകളെയും, റെയിൽവേയെയും, വയനാടിന് മുന്നോട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വയനാടിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ പദ്ധതികളും പരിപാടികളുമായി 2026 UDF-ന്റെ ബഡ്ജറ്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ റോഡ് എന്ന് പറയുന്ന സ്വപ്നമാണ്. 1994 ലീഡർ ശ്രീ K. കരുണാകരൻ തറക്കല്ലിട്ട പദ്ധതിയാണ്. ആ പദ്ധതിയുടെ സാധ്യതാ പഠന റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് മുമ്പിലുണ്ട്. ആ പദ്ധതി തുടങ്ങാൻ ആവശ്യമായ വലിയ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നിരാശയായിരുന്നു ഫലം. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് എന്ന് പറയുന്ന സ്വപ്നം അവിടെ സ്വപ്നമായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് കടന്നുപോയത്. ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വൈവിധ്യമുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിരാശയാണ് ഈ ബഡ്ജറ്റ് സമ്മാനിക്കുന്നത്.